ഹായ് മക്കളെ, ഈ വർഷത്തെ +2 സേ എക്സാമിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് അത് +2 കെമിസ്ട്രിയാണ്. +2 കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിക് എക്സാമിനെ കണ്ടപ്പോൾ തന്നെ കൂടുതൽ വിദ്യാർത്ഥികളും സേ എക്സാമിന് ഒരു വരവ് കൂടെ വരേണ്ടി വരും എന്ന് പറഞ്ഞവരാണ്. അതുപോലെ തന്നെയാണ് വളരെ വിഷമത്തോടു കൂടെ തന്നെ പറയട്ടെ, ഒരുപാട് വിദ്യാർത്ഥികളാണ് ഈ വർഷം +2 സേ എക്സാമിൽ കെമിസ്ട്രി അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ +2 പരീക്ഷയിൽ ഈ സേ എക്സാമിൽ പാസ്സാവാനുള്ള മാർക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ് ബോക്സിലൂടെ പറയുന്നുണ്ട്. അതിനപ്പുറത്ത് ഓർഗാനിക് കെമിസ്ട്രി ഒന്നും തന്നെ പഠിക്കാതെ പോയാൽ പോലും എനിക്ക് പാസ്സാവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഈ അവസാന സമയത്ത് നമുക്ക് ജൂൺ 23 ഉച്ചയ്ക്ക് ശേഷമാണ് കെമിസ്ട്രിയുടെ എക്സാം വരുന്നത്. അതിലുള്ള പാസ് മാർക്ക് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് തന്നെയാണ്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കി വെക്കുക. ചുമ്മാ കയറി എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം സെറ്റാക്കി വെച്ചത് കൊണ്ട് കാര്യമില്ല. ഏത് ഭാഗമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, വളരെ ട്രിക്കോടുകൂടെ കുറച്ച് ഐഡിയയോടുകൂടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓർഗാനിക് മുഴുവനും പഠിക്കാതിരുന്നാൽ പോലും പാസ്സാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലോട്ടൊക്കെ നമുക്ക് കടക്കാം. നോക്കുക, ആദ്യത്തെ 3 ചാപ്റ്ററിലോട്ട് കടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ കേട്ട് തഴമ്പിച്ച ചാപ്റ്റർ ആയിരിക്കും. കാരണം ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും എല്ലാം തന്നെ ഒരുപാട് തവണ കേട്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. അതിനാൽ തന്നെ ഇക്വേഷൻസ് ഒക്കെ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ ഈ ലോസ് ഒക്കെ ഹെൻറീസ് ലോസും റോൾസ് ലോ ഒക്കെ മറ്റു കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക, ഗ്രാഫ് സെറ്റാക്കി വെക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നോക്കണേ, ഈ 3 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ചെറിയ ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിക്കൽ കൈനറ്റിക്സ് വളരെ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും അതിന് 9 മാർക്കുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഓർത്ത് വെച്ചോണം. DNF എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് മുഴുവൻ ഭാഗങ്ങളും ഇപ്പോൾ പഠിക്കാനായിട്ട് നിൽക്കേണ്ട. സേ എക്സാമിന് വേണ്ടിയുള്ള വിദ്യാർത്ഥികളോടാണ് പറയുന്നത്. ആ ചാപ്റ്റർ മുഴുവനായിട്ട് നോക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും, വേർക്കും, സീരിയസ്ലി പറയാമല്ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഷോട്ട് റിവിഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്ററിനകത്ത് നമ്മുടെ യൂട്യൂബിനകത്ത് വൺ ഷോട്ട് റിവിഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം കണ്ട് അതിൽ പറയുന്ന ടോപ്പിക്സ് എല്ലാം ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കി വെച്ചേക്കുക. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നോമൻക്ലേച്ചറും ഐസോമർസും VB തിയറിയും CFT ഒക്കെ സെറ്റാക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ഏകദേശം നല്ലൊരു മാർക്ക് അവിടെ നിന്ന് ലഭിക്കാവുന്നതാണ്. 10 മാർക്കാണ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. +2 കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും വെയിറ്റേജുള്ള ചാപ്റ്ററുകൾ രണ്ടാമത് കിടക്കുന്ന ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം ഉൾപ്പെടുന്ന ചാപ്റ്റർ അവസാനമുള്ള എല്ലാ ചാപ്റ്ററും ഞാൻ അതിലോട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. ബയോമോളിക്യൂൾസ് അടക്കം ഓർഗാനിക്കിൻ്റെ സെറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഹാലോ ആൽക്കിൻ ഹാലോ ഓറൻസിൽ 7 മാർക്കും ആൽക്കഹോൾസിന് 8 മാർക്കും ആൽഡിഹൈഡിനാണ് +2 കെമിസ്ട്രി തന്നെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ എന്ന് പറയുന്നത് 11 മാർക്കാണ്. അമീൻസും ബയോമോളിക്യൂൾസും 5 മാർക്കാണ്. ഇവിടെ നിങ്ങൾ ഈ 5 ചാപ്റ്ററുകൾ വിട്ടാൽ പോലും 36 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുക. നേരെ മറിച്ച് ഇത് മൊത്തം പഠിക്കാതെ ഇത് മുഴുവനായി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കിയുള്ള ഓർഗാനിക് കെമിസ്ട്രി അല്ലാതെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററും നിങ്ങൾ സെറ്റാക്കിയിട്ട് എല്ലാ ഭാഗവും പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമല്ല എല്ലാം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 42 മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 42 മാർക്കിന് വരെ ചോദ്യങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി അല്ലാത്ത ഭാഗത്തു നിന്നും, ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 36 മാർക്കിനുമാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഒന്നുമേ പഠിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഉറപ്പായും 36 മാർക്ക് കിട്ടില്ല. ബാക്കിയുള്ളത് മുഴുവൻ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് 42 മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് മനസ്സിലാക്കുക. തോറ്റ വിദ്യാർത്ഥികൾ +1 മാർക്കും കൂടെ കൂട്ടുമ്പോൾ പാസ് മാർക്ക് കിട്ടണം അല്ലേ. +1 18 മാർക്കും +2 18 മാർക്കും കൂടെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടണം. +1 നിങ്ങൾക്ക് ഒരു 8 മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വേണ്ട, +1 നിങ്ങളൊരു 6 മാർക്ക് ഉണ്ടെങ്കിൽ കൂട്ടട്ടെ, +1 നിങ്ങൾക്ക് ഒരു 6 മാർക്ക് ഉണ്ടെങ്കിൽ +2 നിങ്ങൾക്ക് 30 മാർക്ക് വേണം. എങ്കിൽ ടോട്ടലായിട്ട് 36 മാർക്കായിട്ട് പാസ്സാവാനായിട്ട് പറ്റുള്ളൂ. +1 നിങ്ങൾ നേടിയ മാർക്കും ഇപ്പോൾ സേ എക്സാമിൽ എഴുതിയിട്ട് കിട്ടാൻ പോകുന്ന മാർക്കും കൂടെ കൂട്ടുമ്പോൾ 36 കിട്ടണം എന്നത് മൈൻഡിൽ വെച്ചേക്കുക. ഇനി ഓർഗാനിക് അങ്ങനെ മുഴുവനായിട്ട് വിടാൻ നിങ്ങൾ ഒരാളും താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതിനോട് അനുകൂലിക്കുന്നില്ല. മുഴുവനായിട്ട് ചാപ്റ്റർ പഠിക്കേണ്ട എന്ന് ഞാൻ ഒരിക്കലും തന്നെ പറയത്തില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ചാപ്റ്റേഴ്സിലെ റിയാക്ഷൻസ് എല്ലാം ഒന്ന് സെറ്റാക്കി. നെയ്മഡ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ലൈവായിട്ടും റെക്കോർഡായിട്ടും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഒരുപാട് ട്രിക്സോട് കൂടിയുള്ള ഒരു വീഡിയോ ആണ് അത്. അതിൽ തന്നെ അത് കണ്ട ഉടനെ തന്നെ അത് കുറേ റിയാക്ഷൻസ്, 10-25ഓളം റിയാക്ഷൻസ് നിങ്ങൾ ആ ഒരൊറ്റ ലൈവ് കണ്ട് അല്ലെങ്കിൽ ആ ഒരൊറ്റ വീഡിയോ കണ്ട് നിങ്ങൾ പഠിച്ച് തീർക്കും. 100% എനിക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റും. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഓരോ ചാപ്റ്റേഴ്സും വളരെ ഈസിയായിട്ട് പഠിക്കുന്ന ട്രിക്സും ടിപ്സ് ഒക്കെ ഞാൻ അവിടെ പറയുന്നുണ്ട്. ഹാലോ ആൽക്കിൻ ഹാലോ ഓറൻസിൽ SN1 SN2 റിയാക്ഷൻസ് ഒക്കെ പഠിച്ച് വെച്ചാൽ ഉറപ്പായും ചോദിക്കും. ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡിൽ നെയ്മഡ് റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ട്രിക്കോട് കൂടെ ഒരുപാട് രസകരമായ രീതിക്ക് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ നോക്കുക. നിങ്ങൾ മാക്സിമം എല്ലാ ചാപ്റ്ററും ഒന്ന് കവർ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ.
റെഡി? കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ട് ഓരോ ചാപ്റ്ററിലൂടെയും ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെ കവർ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പ്ലാൻ ഇടുക. 23-ാം തീയതിക്ക് മുൻപായിട്ട് ഇത്രയും ദിവസം ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പുകളിൽ ഓരോ ദിവസവും ഏതൊക്കെ ചാപ്റ്റർ ഞാൻ പഠിച്ച് തീർക്കും, ഇന്ന് ഈ ചാപ്റ്റർ പഠിച്ച് തീർത്തിട്ടേ ഞാൻ കിടന്നുറങ്ങുള്ളൂ എന്ന വാശിയിൽ എല്ലാവരും ഇന്ന് പഠിക്കുക. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് അടിപൊളിയായിട്ട് പഠിക്കുക. കോൺഫിഡൻസ് കളയരുത്. ഇത് നമ്മളുടെ അവസാനത്തെ ചാൻസ് ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ +1ഉം +2ഉം ഒരുമിച്ച് എഴുതേണ്ടി വരും. ഈ എക്സാമിൽ തോറ്റാൽ +1 പരീക്ഷയും +2 പരീക്ഷയും കൂടെ എഴുതിയാൽ മാത്രമായിരിക്കും നിങ്ങൾ +2 പാസ്സാവുക എന്ന് മനസ്സിലാക്കുക. ഈ +2 നിങ്ങൾ എങ്ങനെയെങ്കിലും ഉയർന്ന മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നിങ്ങൾ +2 പാസ്സായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സൈലത്തിൻ്റെ ഹൈബ്രിഡ് ക്യാമ്പസുകളിൽ നിങ്ങളുടെ മാർക്ക് പോലും നോക്കാതെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പഠിക്കണമെന്ന വാശിയുണ്ടെങ്കിൽ നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസിൽ നീറ്റിൻ്റെയും ജെയിൻ്റെയും അഡ്മിഷൻ ഇപ്പോഴും തുടരുന്നുണ്ട്. നിങ്ങൾക്ക് വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 6009100300 നോക്കുക. 6009100300 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ എക്സാമിന് ശേഷം നല്ലൊരു മാർക്ക് നേടി എവിടെയും അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, ഞാൻ നേടിയെടുക്കുമെന്ന കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കാര്യം ഞങ്ങളുടെ ടീം ഏറ്റു. അപ്പോൾ സൈലത്തിൻ്റെ ഏത് ഹൈബ്രിഡ് ക്യാമ്പസിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഒന്ന് ഈ ഒരു എക്സാം അടിപൊളിയായിട്ട് തന്നെ എഴുതിയിട്ട് വരിക. നിങ്ങളോടൊപ്പം ഞാൻ മാത്രമല്ല, സൈലത്തിൻ്റെ മുഴുവൻ ടീം ഉണ്ടായിരിക്കും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്.